എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എത്ര കഴിച്ചാലും മതി വരാത്ത ബ്രേക്ക്ഫാസ്റ്റായും ഡിന്നറായും അതുപോലെ ഗസ്റ്റെല്ലാം വരുമ്പോഴും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു നെയ്പ്പത്തിൻ്റെ റെസിപ്പിയും ബീഫ് വരട്ടിയതിൻ്റെ റെസിപ്പിയുമാണ് ഇത്. വല്ലാത്തൊരു കോമ്പിനേഷനാണ് നെയ്പ്പത്തിലും ബീഫ് വരട്ടിയതും. ഇതുപോലെ ഉണ്ടാക്കി കഴിച്ച് നോക്കുക, അടിപൊളി രുചിയായിരിക്കും. നമ്മൾ കണ്ണൂർക്കാർക്കൊക്കെ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ട് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ആരെങ്കിലും വരുന്നതെന്ന് പറയുമ്പോൾ എളുപ്പത്തിലുണ്ടാക്കുന്ന ഒന്നാണ് നെയ്പ്പത്തിലും ബീഫും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ എങ്ങനെയാണ് നല്ലൊരു നെയ്പ്പത്തിലും ബീഫ് വരട്ടിയതും റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ബീഫ് വരട്ടിയത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബീഫ് ഒന്ന് അടുപ്പത്തേക്ക് മാറ്റാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു കുക്കർ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കിലോ എല്ലോട് കൂടിയ ബീഫ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വലിയൊരു സവാള കട്ട് ചെയ്തത്, ചെറുതാണെങ്കിൽ 2 എടുക്കുക. 1 ടേബിൾ സ്പൂൺ നിറച്ച് ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത്, രണ്ടും കൂടി ഒന്നിച്ചിട്ടിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ക്രഷാക്കി എടുത്തതാണ്. പിന്നെ ഒരു 3-4 പച്ചമുളക് കട്ട് ചെയ്തത്, ചെറിയൊരു തക്കാളി വലുതാണെങ്കിൽ പകുതി ചേർത്ത് കൊടുത്താൽ മതി. എല്ലാം കുറച്ച് മാത്രം മതി, കൂടി പോകണ്ട. പിന്നെ ഇതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ മല്ലിയും മുളകും മഞ്ഞളും കൂടെ ഒന്നിച്ച് പൊടിച്ചെടുത്തതാണിത്. അതാണ് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തത്. പിന്നെ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതി. 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാൻ പറഞ്ഞത് ഞാൻ പിന്നീട് 1.5 ടേബിൾ സ്പൂൺ വേറെയും ചേർത്ത് കൊടുക്കുന്നുണ്ട്, വെറും മുളക് മാത്രം പൊടിച്ചത്, അതുകൊണ്ടാണ്. അതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഒരു വിസിൽ വന്നതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് വേണം ബാക്കി വേവിച്ചെടുക്കാൻ. ഒരു 5-6 വിസിൽ വരുത്തിക്കുക. അപ്പോഴത്തേക്ക് ബീഫെല്ലാം നല്ലതുപോലെ വെന്ത് കിട്ടിക്കോളും. ആ ഒരു സമയം കൊണ്ട് ഞാനിതാ കട്ട്ലറ്റ് അപ്പുറത്ത് അടുപ്പത്ത് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു, ചായൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഇപ്പോൾ കാണിച്ചത്. ഇനി നമുക്ക് നെയ്പ്പത്തിലിന് വേണ്ടിയിട്ടുള്ള മാവൊന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് പച്ചരി നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് ഒരു 4-5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയതിന് ശേഷം അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അതിനെ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മുങ്ങിക്കിടക്കുന്നതിലും കുറച്ച് കൂടുതലായിട്ട് ഈ ഒരു രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നന്നായിട്ടെന്ന് പറയുമ്പോൾ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണ്ട, ചെറിയൊരു തരിയോട് കൂടെ അരച്ചെടുക്കുക. അതിനുശേഷം ഇതുപോലെ വലിയൊരു ബൗളിലേക്ക് ഇത് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് പൊടിയോ ഇട്ടിട്ട് മിക്സാക്കി എടുക്കാനുള്ളതാണ്. ഈ സെയിം ജാറിലേക്ക് തന്നെ ഞാൻ ഒരു അരമുറി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു തേങ്ങ ഫുള്ള് വേണമെങ്കിൽ ഒരു തേങ്ങ ഫുള്ള് ചേർത്ത് കൊടുക്കാം. തേങ്ങ കൂടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നെയ്പ്പത്തലിന്. ഒരു 10 ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക, ടേസ്റ്റ് കൂടുതലായിരിക്കും. അല്ലെങ്കിൽ ഒരു ചെറിയൊരു സവാള കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ 1 ടേബിൾ സ്പൂൺ വലിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം ഒന്ന് ഒതുക്കിയെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഒതുക്കിയെടുത്തതിന് ശേഷം ഞാൻ ഈ ബാറ്ററിലേക്ക് ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാടങ്ങ് അരിഞ്ഞു പോകരുത്, ഒതുക്കിയെടുത്താൽ മാത്രം മതി. പിന്നെ മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് ലൂസായിട്ടായാലും കുഴപ്പമില്ല, നമ്മൾ ഇതിൽ പൊടിയിട്ടിട്ട് മിക്സ് ആക്കുന്നതാണ്. പിന്നെ നമ്മൾ അരി അരക്കുന്ന സമയത്ത് ഒന്നിച്ച് തന്നെ തേങ്ങയും ഉള്ളിയും ജീരകവും ഒക്കെ ഇട്ടിട്ട് അരച്ചെടുക്കാം. പക്ഷേങ്കിൽ അതാവുമ്പോൾ നല്ലോണം അരഞ്ഞു പോകും, അന്നേരം പിന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതുപോലെ പിന്നീട് ഒതുക്കി ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, ഞാൻ ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് അരിപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ച് കയ്യിൽ ഉരുട്ടി പിടിക്കാൻ പാകത്തിന് ആക്കിയെടുക്കുന്നുണ്ട്. അരിപ്പൊടി എന്ന് പറയുമ്പോൾ ഇത് ഒറോട്ടിക്കും പത്തിലിനെല്ലാം നമ്മൾ കണ്ണൂരെല്ലാം പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കുന്ന ഒറോട്ടിൻ്റെയും പത്തിലിൻ്റെയും പൊടി ഉണ്ടാവും, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ എല്ലായിടത്തും പല കമ്പനീൻ്റെയും പാക്കറ്റിൽ വാങ്ങാനെല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ അത് വാങ്ങിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഒറോട്ടിപ്പൊടി അല്ലെങ്കിൽ പത്തിരിപ്പൊടി എന്നെല്ലാം പറഞ്ഞിട്ട്, പത്തിൽ പൊടി എന്ന് പറഞ്ഞിട്ട്, പത്തിരിയല്ല പത്തിൽ പൊടി എന്നെല്ലാം പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടും. അജ്മീൻ്റെയും അതുപോലെ ഡബിളേഴ്സിൻ്റെയും അങ്ങനെ ഒരുപാട് കമ്പനീൻ്റെതുണ്ട് പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കുന്ന മാവ്. അത് എല്ലാവർക്കും കിട്ടും, അധികം സൂപ്പർ മാർക്കറ്റിലും ഉണ്ടാവും. അപ്പോൾ അത് വാങ്ങിയിട്ട് ഇതുപോലെ കുഴച്ചെടുത്താൽ മതി. അതാകുമ്പോൾ പച്ചവെള്ളത്തിൽ തന്നെ കുഴച്ചെടുക്കാം. മറ്റേ വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കരുത്, അതാകുമ്പോൾ നെയ്പ്പത്തിൽ ശരിയായിട്ട് കിട്ടൂല. പിന്നെ പല രീതിയിലും നെയ്പ്പത്തിൽ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ട്. എൻ്റെ ചാനലിൽ തന്നെ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയത്, 2 മില്യൺ വ്യൂസ് ആവാനായത് നെയ്പ്പത്തിൻ്റെ റെസിപ്പിക്കാണ്. 5-6 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പുട്ടുപൊടി കൊണ്ട് ഉണ്ടാക്കിയ നെയ്പ്പത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിനാണ് ഏറ്റവും കൂടുതൽ എനിക്ക് വ്യൂസ് കിട്ടിയത്. അപ്പോൾ അതുപോലെ വേണമെങ്കിൽ അതുപോലെ ഉണ്ടാക്കാം. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ ഇതാ എല്ലാം നല്ലതുപോലെ കുഴച്ച്
കയ്യിൽ ഉരുട്ടി പിടിക്കാൻ പാകത്തിന് ആക്കിയെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ആക്കിയെടുക്കുക. ഇനി നമുക്ക് ഇതിൽ നിന്നും കുറച്ചായിട്ട് എടുത്തിട്ട് ഉരുട്ടി പരത്തി എടുക്കണം. അപ്പോൾ ഞാനിത് കയ്യിൽ അല്പം ഓയിലൊന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം ചെറിയൊരു തിക്നെസ്സിൽ പരത്തിയെടുക്കാം. ഒരുപാട് തിക്നെസ് വേണ്ട, ഇതിൽ കാണുന്ന രീതിയിലൊന്ന് പരത്തിയെടുത്താൽ മതി. ഞാനൊരു കഷ്ണം ബട്ടർ പേപ്പറാണ് കട്ട് ചെയ്ത് വെച്ചിന് ഇത് പരത്താൻ വേണ്ടിയിട്ട്. ഒന്നിക്കിൽ ബട്ടർ പേപ്പർ അല്ലെങ്കിൽ വാഴയില ഉണ്ടെങ്കിൽ വാഴയിലയിൽ വെച്ച് പരത്തിയെടുത്താൽ മതി. അല്ലെങ്കിൽ എന്തെങ്കിലും കവർ ഉണ്ടാവുമല്ലോ, അതാറ്റം വെച്ചിട്ട് പരത്തിയെടുക്കുക. അല്പം ഓയിൽ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കണം. അതിനുശേഷം വേണം പരത്തിയെടുക്കാൻ. അപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഇതുപോലൊരു ചീനച്ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇത് ചൂടായിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു കഷ്ണം മാവ് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ പരത്തിയ നെയ്പ്പത്തിലും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഓയിൽ നല്ല ചൂടിലായിരിക്കണം. അതിനുശേഷം തീ അല്പം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ബാക്കി വേവിച്ചെടുക്കാൻ. എന്നാൽ മാത്രമേ നല്ലതുപോലെ ഉള്ളൊക്കെ വെന്ത് കിട്ടൂ. ഇട്ട് കൊടുത്ത് കുറച്ച് സമയം ഒന്ന് വെക്കുമ്പോഴത്തേക്ക് ഇതുപോലെ നല്ല ബോൾ പോലെ പൊങ്ങി വരും. പൊങ്ങി വരുമ്പോൾ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് എണ്ണ മുകളിൽ തെളിയിച്ച് കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ നല്ലതുപോലെ പൊങ്ങി കിട്ടും. പൊങ്ങാതെ കിടക്കുന്നുണ്ടെങ്കിൽ അതുവരെ പൊങ്ങി വരും. അപ്പോൾ ഇതുപോലെ മുകളിൽ ഇങ്ങനെ തെളിയിച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച്. ഇനി ചെറുതായിട്ടൊന്ന് കളർ മാറിയതിന് ശേഷം ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് മറിച്ചിട്ട ഭാഗവും കൂടി ഒന്ന് നല്ലതുപോലെ കളറൊക്കെ മാറി ഈ ഒരു രീതിയിൽ ആവുമ്പോൾ വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് കുറച്ച് സമയം ഒന്ന് വെക്കുക. അതിനുശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അങ്ങനെ ബാക്കിയുള്ളതും എല്ലാം ഇതുപോലെ ചെയ്തെടുക്കുക, പരത്തി കൊടുക്കുക. അതിനുശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുക്കുന്ന സമയത്ത് എണ്ണ നല്ല ചൂടിലായിരിക്കണം. പിന്നെ തീ ഒന്ന് കുറച്ചിട്ട് ചുട്ടെടുക്കുക. തീ നല്ലോണം കുറച്ചാലും ഇത് ശരിയാവില്ല. അതുപോലെ തന്നെ തീ നല്ലോണം കൂട്ടിയാലും എണ്ണ ഓവർ ചൂടായാലും ഇത് ശരിയാവില്ല. അതുകൊണ്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ല ചൂടിലായിരിക്കണം. പിന്നെ തീ അല്പം ഒന്ന് കുറച്ച് വെച്ചിട്ട് ബാക്കി റെഡിയാക്കിയെടുക്കുക. അങ്ങനെ ചുട്ടെടുത്താൽ നല്ല നെയ്പ്പത്തിൽ നമുക്ക് റെഡിയാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അടുത്തതും ഇതുപോലെ റെഡിയായിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് മുഴുവനും നമുക്ക് സെയിം രീതിയിൽ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ ഒരടുപ്പത്തുനിന്ന് നെയ്പ്പത്തിൽ ചുടുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ബീഫ് നമ്മൾ വേവാനായിട്ട് വെച്ചിട്ട് 6 വിസിൽ വന്നപ്പോൾ ഞാൻ അടുപ്പ് ഓഫ് ആക്കിയിട്ടുണ്ടേനു. ആദ്യത്തെ വിസിൽ വന്നതിന് ശേഷം ചെറിയ തീയിൽ വെച്ചിട്ടാണ് ബാക്കി വിസിൽ വന്നത്. അപ്പോൾ ബീഫെല്ലാം അത്യാവശ്യം നല്ലതുപോലെ തന്നെ വെന്തിട്ടുണ്ട്. പ്രഷർ നന്നായിട്ട് കളഞ്ഞതിന് ശേഷം തുറന്ന് നോക്കുക. ബീഫ് അത്യാവശ്യം നല്ലതുപോലെ തന്നെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതുപോലെ മറ്റൊരു പാത്രത്തിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് വരട്ടിയെടുക്കണം. നമ്മൾ ബീഫ് വരട്ടിയതാണല്ലോ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഇതിൽ ഒട്ടും വെള്ളം വേണ്ട. അപ്പോൾ അത് മുഴുവനും നമുക്ക് വറ്റിച്ചെടുക്കണം. പിന്നെ നമ്മൾ കുറച്ചല്ലേ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ബീഫിൽ നിന്ന് ഒരുപാട് വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് ബീഫ് വേവിക്കുന്ന സമയത്ത് കുറച്ച് മാത്രമേ വെള്ളം ഒഴിച്ച് കൊടുക്കാവൂ. ഇനി അടച്ച് വെക്കുന്നില്ല, തുറന്ന് വെച്ചിട്ടാണ് ഈ ഒരു വെള്ളം വറ്റിക്കുന്നത്. അടച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും വെള്ളം വറ്റി കിട്ടൂല. അതുകൊണ്ട് തുറന്ന് വെച്ചിട്ട് തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. ബീഫ് അത്യാവശ്യം വെന്തിട്ടുമുണ്ട്. വേവ് കുറവാണെങ്കിൽ ചെറിയ തീയിൽ വെച്ചിട്ട് വെള്ളം വറ്റിച്ചെടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ ബീഫും വെന്തോളും അതിലെ വെള്ളവും കുറച്ച് സമയം എടുത്തിട്ട് വറ്റിക്കോളും. അപ്പോൾ ബീഫിലെ വെള്ളമൊക്കെ അത്യാവശ്യം വറ്റി വരേണ്ട രീതിയിൽ ആയി വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മിക്സാക്കി കൊടുക്കണം കേട്ടോ, അത് മറക്കരുത്. അപ്പം ഇതുപോലെ വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു 2-3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും കുറച്ച് കൂടുതൽ തന്നെ കറിവേപ്പില ഇട്ടിട്ട് വീണ്ടും ഒന്ന് മിക്സാക്കി കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. അതുകൊണ്ട് തന്നെ പച്ചമുളകിൻ്റെയും അതുപോലെ തന്നെ കുരുമുളകിൻ്റെയും എരിവാണ് ഉണ്ടാവുക. അതുകൊണ്ട് അത് അത്യാവശ്യം കൂടുതൽ തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. പൊടികളും കറിവേപ്പിലയും ഒക്കെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു സവാളൻ്റെ പകുതി സവാള കുറച്ച് വണ്ണത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. പിന്നെ ചെറിയൊരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ക്യാപ്സിക്കം, പിന്നെ ഒരു 3-4 പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ ലാസ്റ്റ് നമ്മൾ അടുപ്പ് ഓഫാക്കാനാവുന്ന സമയത്ത് ഇതെല്ലാം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് ഇത് കഴിക്കുന്ന സമയത്ത്. ഇത് അധികം വെന്ത് പോകരുത്. വെന്ത് പോകാതെ ഇടയ്ക്ക് ഇങ്ങനെ പച്ചക്ക് കടിക്കുമ്പോൾ, പച്ചക്ക് എന്ന് പറയുമ്പോൾ ചെറിയ അതിൻ്റെ ചൂട് കൊണ്ട് ചെറുതായിട്ട് വേവും, പക്ഷേ ഓവറായിട്ട് വെന്ത് പോവില്ല. ഇങ്ങനെയാകുമ്പോൾ അടിപൊളി രുചിയാണ് ബീഫിലെല്ലാം ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഇട്ട് നോക്കിയിട്ടില്ലെങ്കിൽ ഇട്ട് നോക്കുക, അടിപൊളിയായിരിക്കും. അങ്ങനെ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം അടുപ്പ് ഓഫാക്കിയിട്ട് നമുക്ക് ചൂടോടെ തന്നെ സെർവിങ് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അങ്ങനെ നല്ല അടിപൊളി ബീഫ് വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുമ്പം തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും ഇത് അടിപൊളിയാണെന്ന്. പിന്നെ നെയ്പ്പത്തിലെല്ലാം മുഴുവനും ചുട്ടെടുത്തിട്ടുണ്ട്. ഇതുപോലെ നെയ്പ്പത്തിലും സെർവ് ചെയ്തിട്ടുണ്ട്. അടിപൊളി നെയ്പ്പത്തിലാണ്. അപ്പം നെയ്പ്പത്തിലും ബീഫും അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് കഴിച്ച് നോക്കുക.
അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.